ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓട്ടട നമ്മളെ കലക്കി ചുട്ട് പോരുന്ന ദോശ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ഒരു വലിയപ്പായിട്ട് വരട്ടാ ഈ സാധനം. ഹലോ 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 ഇന്നൊരു കിടിലെ ഓട്ടടായിട്ട് ഉണ്ടാക്കുമ്പോൾ മക്കളെ നമ്മളെ ഈ കലക്കി ചുട്ട് പാറുന്ന ദോശ ഉണ്ടല്ലോ അതിന്റെ ഒരു വേറൊരു ഐറ്റാട്ടാ ഈ ഒരു സാധനം. അങ്ങനെ അതിന്റെ മാവ് എടുത്തതാ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഇതിന് ഓട്ടടാട്ടാ പറയാ. അപ്പൊ നിങ്ങളവിടെ എന്താ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാ. അങ്ങനെ അതൊന്ന് വെച്ച് ജസ്റ്റ് മൂടി വെച്ചതിന് ശേഷം ജസ്റ്റ് 5 മിനിറ്റോടെ തന്നെ നമ്മൾ സാധനം റെഡി ആക്കി കിട്ടാ. അടുത്തതാണ് ഇതിലെ ടാസ്ക് പിടിച്ച പണി. ആ ഓട്ടറിന്റെ അടിഭാഗം ചട്ടിൽ ഒട്ടി പിടിക്കാതെ എടുക്കാൻ കേട്ടാ. പിന്നെ എടുക്കും വേറെ പ്രത്യേകം ശ്രദ്ധിക്കാനും കാര്യമുണ്ട്. ആ ഓട്ടറിന്റെ അടിഭാഗം കരിയാതെ നോക്കണം കേട്ടാ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഓട്ടയുടെ കുഴപ്പമില്ലാത്ത സാധനം അടി വല്ലാതെ കരിഞ്ഞിട്ടില്ല. എടുത്ത് കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടാ. നമുക്കൊന്ന് ഓട്ടന്റെ കൂടുതൽ കൂട്ടാനുള്ള ബീഫാട്ടാ. ഓട്ടയും ബീഫും അത് വേറെ കോമ്പിനേഷൻ തന്നെ മക്കളെ. കഴിച്ചോലിക്ക് അറിയാതെ ഒരു ഫീൽ എന്താണെന്നുള്ള കാര്യം. അങ്ങനെ കുറച്ച് ബീഫ് എടുത്ത് ഓട്ടടയ്ക്ക് പറഞ്ഞു വെച്ചാൽ ആ ഒരു ചെറിയ ഓട്ടറിന്റെ കഷ്ടവും ബീഫിന്റെ കഷ്ടം കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചൊന്ന് കഴിച്ചാലുണ്ടല്ലോ സാറേ എൻ്റെ പൊന്നോ ഒരു രക്ഷയിലിട്ട് ഈ ഐറ്റം. ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഓട്ടടയും ബീഫ് എന്ന് പറഞ്ഞ സാധനം. എത്ര പേര് ഈ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കഴിക്കാത്തോളിക്ക് ഒന്നേ പറയുള്ളൂ, മസ്റ്റ് ട്രൈ. ഇനി കഴിച്ചോലുണ്ടെങ്കിൽ ഓരോ അഭിപ്രായം ആയോ എന്ന് പറയട്ടെ. അപ്പൊ ശരി, ഇതുവരെ നല്ല വീഡിയോസിലെ കാണുന്നവരെ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ.